പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതൊട്ടും സിന്തറ്റിക് അല്ല. അത് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡെഫിനറ്റ് ആയിട്ട് അർമാനി സ്ട്രോങ് വിത്തിയുടെ ജ്യൂസ് എടുത്ത് വേറൊരു ബോട്ടിൽ നമ്മൾ ഡീക്കൻ്റ് ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും, അത് തന്നെയാണ് ഈ ബോട്ടിലിനകത്തും ഉള്ളത്. എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം എനിക്കിത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലാണ്. കമന്റിൽ ഈ അടുത്ത കാലത്ത് കൂടുതലായിട്ട് എനിക്ക് ചോദിച്ച ഒരു പെർഫ്യൂമാണ് റൈഹാൻ കോറിയം. വാട്സപ്പിലും ചിലർ പറഞ്ഞിരുന്നു അർമാനി സ്ട്രോങ് വിത്ത് പെർഫ്യൂം റിവ്യൂ ചെയ്തതിനു ശേഷം ചിലർ എന്നോട് ചോദിച്ചു ഇതിന് പറ്റിയ ഒരു പെർഫ്യൂം, ഇതേ DNA വരുന്ന, ഇതേ സെൻ പ്രൊഫൈൽ വരുന്ന മറ്റൊരു പെർഫ്യൂം ഉണ്ടെങ്കിൽ റിവ്യൂ ചെയ്യാൻ. കാരണം ഏകദേശം 10,000 എബോ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാർക്ക് സിന്തറ്റിക് സ്മെൽ ഇല്ലാത്തത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള അർമാനി സ്ട്രോങ് വിത്ത് യു ലൈനപ്പിലെ കറക്റ്റ് മണം വരുന്ന ഏത് പെർഫ്യൂം? അതിന്റെ ഉത്തരവാണ് റൈഹാൻ കോറിയം. ആദ്യം തന്നെ റൈഹാന്റെ ബോക്സ് ഒരു ലെതർ ഫിനിഷോട് കൂടിയിട്ടുള്ളൊരു ബോക്സ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് അർമാനി സ്ട്രോങ് വിത്ത് യു ലെതറിന്റെ ഇൻസ്പയർഡ് ആണ്. അപ്പൊ ആ ലെതറിന്റെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ബോക്സ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. 100 ml EDP കോൺസെൻട്രേഷൻ. താഴെ ബാച്ച് കോഡും കാര്യങ്ങളും ഡീറ്റെയിൽസും. ഇതാണ് ബോട്ടിൽ വരുന്നത്. ബോട്ടിൽ സ്ട്രോങ് വിത്ത് യു ലെതറിന്റെ ആ ഒരു തീമിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. സ്ട്രോങ് വിത്ത് യുടെ ആ ലെതർ നോട്ടിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ലെതർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ലെതർ തന്നെയാണത്, പ്ലാസ്റ്റിക് അല്ല. പ്ലാസ്റ്റിക്കിന്റെ പുറത്ത് ലെതർ ചേർത്തിട്ടുള്ള രീതിയിൽ ഇവിടെ തയ്യലൊക്കെ ചെയ്തിട്ടുണ്ട്, തുന്നലൊക്കെ ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ബോട്ടിൽ ഡിസൈൻ കൊള്ളാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ബോട്ടിൽ ഡിസൈൻ. ക്യാപ്പ് മാഗ്നറ്റിക് അല്ല, പക്ഷെ കട്ടിയുള്ള പ്ലാസ്റ്റിക് ആണ്. ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തു, അടിച്ചു. സ്പ്രെയർ നല്ല സ്പ്രെയറാണ്. റൈഹാന്റെ സ്പ്രേ. ഞാൻ തുറന്നു പറയാണ്, അർമാനി സ്ട്രോങ് വിത്ത് യു ലെതർ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ ഇതാണ് അർമാനി സ്ട്രോങ് വിത്ത് യു ലെതർ എങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ വാങ്ങുക. കാരണം അടിപൊളി സ്മെല്ലാണ്. കാരണം ലെതറിന്റെ ഒരു സ്വീറ്റ് സ്മെല്ലും, പിന്നെ ലെതറിന്റെ ആ ടോപ്പ് നോട്ടിലെ ലെതർ കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് അർമാനി സ്ട്രോങ് വിത്ത് യു പെർഫ്യൂം ഇന്റൻസിലി അബ്സല്യൂട്ട്ലിയുടെ ആ ഒരു ടിപ്പിക്കൽ DNA ഉണ്ടല്ലോ, ആ ഒരു ചെസ്നട്ടിന്റെ DNA, പിന്നെ അതുപോലെ തന്നെ ഒരു കാരമൽ, വാനില, പിന്നെ സ്പൈസസ്, പിന്നെ അതുപോലെ തന്നെ ഡ്രൈഡോണിൽ കിട്ടുന്ന വാനില. ഇതിന്റെ ഡ്രൈഡോണൊക്കെ അടിപൊളി ഡ്രൈഡോണാണ്. അത് മാത്രമല്ല നമുക്ക് ഇതിനകത്ത് ഒരു അർമാനി സ്ട്രോങ് വിത്ത് യു ആദ്യത്തെ EDT ഉണ്ടല്ലോ, അതിലൊരു ലാവണ്ടറിന്റെ നോട്ടുണ്ട്, അതും കിട്ടും. ലെതർ, വാനില, ലാവണ്ടർ, ക്രീമി, നട്ടി, സ്മൂത്ത് ആയിട്ടുള്ള പെർഫ്യൂം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതൊട്ടും സിന്തറ്റിക് അല്ല. അത് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡെഫിനറ്റ് ആയിട്ട് അർമാനി സ്ട്രോങ് വിത്ത് യുടെ ജ്യൂസ് എടുത്ത് വേറൊരു ബോട്ടിൽ നമ്മൾ ഡീക്കൻ്റ് ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും, അത് തന്നെയാണ് ഈ ബോട്ടിലിനകത്തും ഉള്ളത്. എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം എനിക്കിത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലാണ്. അതായത് ഒറിജിനൽ ഞാൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ക്വാളിറ്റി ജ്യൂസിന്റെ ആ ഒരു നമുക്ക് ഒട്ടും സിന്തറ്റിക് ആണെന്ന്, ഒരു ചീപ്പായിട്ടുള്ള, ഒന്നും ചീപ്പല്ല എങ്കിൽ ഞാൻ പറയാണ്, ഒരു 3,000 രൂപ വില വരുന്ന ഒരു പെർഫ്യൂമിനകത്ത് നിന്നാണ് ഈ മണം വരുന്നത് ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. റൈഹാൻ നല്ല രീതിയിൽ, റൈഹാനും അതുപോലെ തന്നെ ഫ്രഞ്ച് അവനി പോലുള്ള ബ്രാൻഡുകൾ, ഇപ്പോൾ റീസെന്റ് ഇപ്പോൾ അർമ, ഫഫ്നാൻ പോലുള്ള ബ്രാൻഡുകളൊക്കെ കുറെ കൂടി നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ഇതിന്റെ നോട്ടും കാര്യങ്ങളും. സത്യം പറഞ്ഞാൽ ഞാനങ്ങ് ഞെട്ടിപ്പോയി. ഒന്നാമത്തെ കാര്യം പെർഫോമൻസ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെയാണ് ഉള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ ഒരു ഞാൻ പറഞ്ഞില്ല ക്വാളിറ്റിയാണ് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്. നല്ല ക്വാളിറ്റിയോടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ വാങ്ങുക. അർമാനി സ്ട്രോങ് വിത്ത് യു വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ലാത്തവരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ വാങ്ങുക. കാരണം നിങ്ങളുടെ ഒരു ആഗ്രഹം ഇതിൽ ഫുൾഫിൽ ചെയ്യും. ഓക്കെ, ഇനി ഞാനിത് വലിച്ചു നീട്ടുന്നില്ല, കാരണം ഓൾറെഡി അർമാനി സ്ട്രോങ് വിത്ത് യു ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ റിവ്യൂ നിങ്ങൾ കണ്ടാൽ മതി. അതിലെന്താണോ അതിന് പുറത്ത് അല്പം ലെതർ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഐറിസിന്റെ സ്മെല്ലാണ്. നമ്മുടെ ഡിയർ ഹോം ഇന്റൻസിലൊക്കെ ചേർത്തിരിക്കുന്ന പോലെ ചെറിയൊരു ഐറിസിന്റെ സ്മെല്ല് കിട്ടുന്നതാണ്. ലെതറും കൂടെ വരുന്നുണ്ടാണോ എന്ന് എനിക്കറിയില്ല. ലെതർ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള മറ്റേ കാറിന്റെ ഡോർ തുറക്കുമ്പോൾ കിട്ടുന്ന പോലുള്ള ഒരു ടൈപ്പ് സ്ട്രോങ് ആയിട്ടുള്ള ലെതർ അല്ല, അനിമലിക് ലെതർ അല്ല. ഇത് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ലെതറാണ്. അത് കുറച്ച് നേരത്തേക്ക് നിൽക്കുക ലെതർ, പിന്നീട് നമുക്ക് അർമാനി സ്ട്രോങ് വിത്തിന്റെ അതേ സ്മെല്ലായിട്ട് മാറും. പക്ഷെ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട്, കുറച്ചും കൂടി റൗണ്ട് അപ്പ് ആയിട്ടുള്ള വേർഷൻ, കുറച്ചും കൂടി വേറബിൾ ആയിട്ടുള്ള ഒരു വേർഷൻ. അർമാനി സ്ട്രോങ് വിത്ത് പെർഫ്യൂം സ്പെഷ്യൽ ഒക്കേഷൻ അടിക്കാൻ ഇത് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ പെർഫോമൻസ് ഈസി ആയിട്ട് 8 മണിക്കൂറിനപ്പുറം പെർഫോമൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. കാരണം എന്റെ ഷർട്ടിൽ ഒരു 2-3 സ്പ്രേ അടിച്ചിട്ട് പിറ്റേ ദിവസവും എന്റെ ഷർട്ടിൽ നിന്ന് മണം നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മണം റിമൈൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓവർ സ്പ്രേ ചെയ്യുന്നവർക്ക് ഓവർ സ്പ്രേ ചെയ്യാം, അതിൽ യാതൊരു പ്രശ്നവുമില്ല. ഇനോഫെൻസീവ് ആണ്, അടുത്തിരിക്കുന്നവർക്ക് തലവരിക്കുന്ന ടൈപ്പ് മണമൊന്നുമല്ല. ഇനി പ്രൊജക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ, ആദ്യത്തെ 3 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്. അപ്പൊ ബീസ്റ്റ് മോഡ്, ബഡ്ജറ്റിൽ നിൽക്കുന്ന ബീസ്റ്റ് മോഡ് അർമാനി സ്ട്രോങ് വിത്ത് യു പെർഫ്യൂമാണ് ഈ പെർഫ്യൂം. ഓക്കെ, അപ്പോൾ ഞാൻ ശരിക്കും പറയാൻ ആഗ്രഹിക്കുന്നത് അർമാനി സ്ട്രോങ് വിത്ത് യുവിന്റെ ജ്യൂസ് എടുത്ത് ഈ ബോട്ടിൽ പകർത്തി ഒഴിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി ഇതിന്റെ കാലാവസ്ഥ ഞാൻ എല്ലാ ദിവസവും നമുക്ക് യൂസ് ചെയ്യാം, ഏത് കാലാവസ്ഥയിൽ യൂസ് ചെയ്യാം. പക്ഷെ അർമാനി സ്ട്രോങ് വിത്ത് പെർഫ്യൂം കുറച്ചും കൂടി നൈറ്റ് ടൈം ഓഫീസിൽ AC ആണെങ്കിൽ യൂസ് ചെയ്യാം. ഇത്
ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഇൻഡോർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ അകത്ത് ജോലി, പുറത്ത് ഞാൻ ഈ ഒരു സ്വീറ്റ് ആയിട്ടുള്ള നോട്ടുകൾ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. റൂമിനകത്ത് അല്ലെങ്കിൽ പാർട്ടി, ക്ലബിങ്, ഡേറ്റ് നൈറ്റ്, ഡിന്നറിന് പോവുക, സിനിമയ്ക്ക് പോവുക, അങ്ങനെ ലൊക്കേഷനിലൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് നല്ലത്. അല്ലാതെ വെയിലത്തടിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സിട്രസ് ടൈപ്പ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ പെർഫോമൻസ് ഉണ്ട്, ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്, കോംപ്ലിമെന്റ് കിട്ടുന്ന DNA ആണ്. പിന്നെ എല്ലാറ്റിനും ഉപരി അർമാനി സ്ട്രോങ് വിത്ത് യു. നിങ്ങൾ അടിച്ചിട്ട് പോകുമ്പോൾ അർമാനി സ്ട്രോങ് വിത്ത് യു ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അവർ ഉറപ്പായിട്ടും വിചാരിക്കും ഈ പാസ് ചെയ്ത് പോയ ആള് അർമാനി സ്ട്രോങ് വിത്ത് യു ആണ് അടിച്ചിട്ട് പോയെന്ന് ഒരു തോന്നലുണ്ടാവും. അർമാനി സ്ട്രോങ് വിത്ത് യു പെർഫ്യൂം അല്ലെങ്കിൽ ലെതർ, അതിന്റെ ഒരു ഫീൽ കിട്ടും. ഓക്കെ, അപ്പം ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ ഒരു കാര്യം തുറന്ന് പറയണം, ബ്ലൈൻഡ് ആയിട്ട് വാങ്ങരുത്. കാരണം ബ്ലൈൻഡ് ആയിട്ട് വാങ്ങുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് പറ്റുന്നതാണില്ല എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പെർഫ്യൂം. അതുകൊണ്ട് നിങ്ങൾ ഡീക്കൻറ്റ് വാങ്ങുക, ഒരു 10 ml അല്ലെങ്കിൽ 5 ml ഡീക്കൻറ്റ് വാങ്ങിയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും എത്ര നേരം കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ട് വേണം വാങ്ങാൻ. അതിന് വാങ്ങിയ ഉടനെ തന്നെ അടിക്കരുത്. നിങ്ങൾ അതിനെപ്പറ്റി ഒക്കേഷൻ നോക്കുക. ചിലർ പെർഫ്യൂം കിട്ടി ചൂടുള്ള സമയമാണോ വെയിലാണോ ഒന്നും നോക്കില്ല, അപ്പം തന്നെ ഇങ്ങോട്ട് അടിക്കും. അത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. വാങ്ങി കുളിച്ച് വൃത്തിയായി ഒന്ന് മനസ്സൊക്കെ ഒന്ന് കൂളായിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം, വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് വേണം ട്രൈ ചെയ്യാൻ. ട്രൈ ചെയ്തിട്ട് ഒരൊറ്റ സാഹചര്യത്തിൽ മാത്രം അടിച്ചിട്ട് ഒരിക്കലും വിലയിടരുത്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒക്കേഷനിലൊക്കെ യൂസ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ ആദ്യത്തെ സ്പ്രേ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ചിലപ്പോൾ പിന്നീട് ട്രൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്കത് ഓക്കെ ഇങ്ങനെ ആയിരുന്നില്ലേ മണം, നമുക്ക് ആ ഒരു മണം, ആ DNA ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു 10 ml സാമ്പിൾ വാങ്ങുക അല്ലെങ്കിൽ 5 ml സാമ്പിൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇത് ചേരുന്നതാണോ എന്ന് നോക്കിയിട്ട് വേണം ഫുൾ ബോട്ടിൽ ഓർഡർ ചെയ്യാൻ. താങ്ക് യു സോ മച്ച്.